ടി വി എസിന്റെ മോഡേൺ റെട്രോ മോട്ടോർസൈക്കിളായ ടി വി എസ് റോണിൻ 225ന്റെ 2025 മോഡൽ അങ്ങനെ അൺവീലായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 6-7 തീയതികളിൽ ഗോവയിലെ വാഗത്തോർ ഹിൽ ടോപ്പിൽ വെച്ച് നടന്ന ടി വി എസ് മോട്ടോസോൾ 4.0 ഇവന്റിൽ വെച്ച് ടി വി എസ് പ്രീമിയം പ്രൊഡക്റ്റ് ബിസിനസ് ഹെഡായ മിസ്റ്റർ വിമൽ സുംബ്ലിയാണ് പുതിയ റോണിൻ അൺവീൽ ചെയ്തത്. 2022 ആദ്യമായി ലോഞ്ച് ചെയ്തതിനു ശേഷമുള്ള ഒരു മേജർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ടി വി എസ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് കയറി എക്സൈറ്റഡ് ആവേണ്ട, എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്ന് കേട്ടോ. ഗ്ലേസിയർ സിൽവർ, ചാർക്കോൾ എംബർ എന്നിങ്ങനെ പുതിയ 2 കളറുകളിലാണ് റോണിന് എത്തിയിരിക്കുന്നത്. ഇത് മിഡിൽ വേരിയന്റ് ആയ ഡി എസ് വേരിയന്റിലെ ഡെൽറ്റ ബ്ലൂ, സ്റ്റാർഗേസ് ബ്ലാക്ക് എന്നീ കളറുകളെ റീപ്ലേസ് ചെയ്യുന്നവയാണ്. ചാർക്കോൾ എംബർ എന്നത് ഒരു മാറ്റ് കളർ ഓപ്ഷനാണ്. ടി വി എസ് റോണിനിൽ ആദ്യമായാണ് ഒരു മാറ്റ് ഫിനിഷ് എത്തുന്നത്. അതേപോലെ തന്നെ മിഡിൽ വേരിയന്റിന് ഡ്യുവൽ ചാനൽ ABSന്റെ സേഫ്റ്റിയും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് ടി വി എസ്. ഇതുവരെ ബേസ് വേരിയന്റ് ആയ SS-ഉം മിഡിൽ വേരിയന്റ് ആയ DS-ഉം സിംഗിൾ ചാനൽ ABS മോഡലുകളായിരുന്നു. സീറ്റിന്റെ ലെങ്തും വിഡ്ത്തും കൂട്ടിയിട്ടുണ്ട്. ഓൾറെഡി സിംഗിൾ പീസ് സീറ്റ് ആയിരുന്നത് കുറച്ചും കൂടി ഫ്ലാറ്റ് ആക്കി. ഇതുമൂലം പില്യൺ കംഫർട്ട് കൂടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പേഴ്സണലി എനിക്ക് പഴയ മോഡലിന്റെ ആ ഒരു സീറ്റ് ഡിസൈനോടാണ് കൂടുതൽ താല്പര്യം. കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് ബാക്കിയുള്ളത്. റിയർ ഫെൻഡർ ചെറുതാക്കി റിയർ എൻഡ് കൂടുതൽ ഷാർപ്പ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻപ് ഫെൻഡറിലായിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ടെയിൽ ടൈഡിലേക്ക് മാറ്റി. കണ്ടാൽ ചെയിൻ ഡ്രൈവ് പോലെ തോന്നിയിരുന്ന ചെയിൻ കവർ മാറ്റി നോർമൽ ഹാഫ് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതേപോലെ പുതിയ ഒരു ടയർ ഹഗ്ഗറും കൂടെ ആഡ് ചെയ്തു. പിന്നിൽ നിന്നുള്ള ചെളിതീർപ്പിനി ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കുറച്ചും കൂടെ സ്ലീക്ക് ആൻഡ് സ്ക്രാംബ്ലറിഷ് ലുക്കാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ ഫലിച്ചതായിട്ടും ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തോന്നും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. വണ്ടി എന്തായാലും റിവീൽ ചെയ്തെങ്കിലും പുതിയ പ്രൈസിങ് പുറത്ത് വിട്ടിട്ടില്ല. അതിനായിട്ട് കുറച്ചും കൂടെ കാത്തിരിക്കേണ്ടി വരും. എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഒരുപാട് കൂടാൻ വഴിയില്ല. എന്നാലും ചെറിയൊരു പ്രൈസ് ഹൈക്ക് പ്രതീക്ഷിക്കാം. കോസ്മെറ്റിക് അപ്ഡേറ്റ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെയും എല്ലാ വേരിയൻസിലും ബാധകമാണ്. ഇനി ഇത് കാണുന്ന എല്ലാ റോണിൻ ഓണേഴ്സിൻ്റെ മനസ്സിലെ ഒരു വലിയ ചോദ്യമാണ്, ഈ മാറ്റം വന്ന പാർട്സ് ഒക്കെ തന്നെ നമ്മുടെ വാഹനങ്ങളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഇതിനെപ്പറ്റി ടി വി എസ് ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോൾ സാധിക്കും എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരം. ഇത്രയൊക്കെ മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം പ്രീവിയസ് മോഡലിനോട് എക്സാക്ട് സെയിം ആണ്. സെയിം LED ഹെഡ്ലാമ്പ് വിത്ത് T-ഷേപ്പ് DRL, സെയിം ടെയിൽ ലാമ്പ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, സെയിം ഓൾഡ് 14 ലിറ്റർ മെറ്റൽ ഫ്യൂൽ ടാങ്ക്, ഫ്രണ്ട് ആൻഡ് ബാക്ക് 17 ഇഞ്ച് അലോയ് വീല് തന്നെയാണുള്ളത്. അതിൽ 110 ആൻഡ് 130 സെക്ഷൻ ബ്ലോക്ക് പാറ്റേൺ TVS എക്സ്പ്ലോർ ടയേഴ്സും. സസ്പെൻഷനിലും ചേഞ്ച് ഒന്നുമില്ല. ഫ്രണ്ടിൽ ഷോവയുടെ ഗോൾഡൻ കളർ USD ഫോർക്ക് തന്നെയാണ്. അതേപോലെ ബാക്കിൽ നമുക്കൊരു മോണോ ഷോക്കും കാണാൻ സാധിക്കും. ഇനി എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കിയാൽ അതും സെയിം തന്നെ. 225cc സിംഗിൾ സിലിണ്ടർ 4-valve 4-stroke എഞ്ചിൻ 20.1 bhp പവറും 19.93 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. 5-speed ഗിയർ ബോക്സും സ്ലിപ്പർ ക്ലച്ചും ഒക്കെ ഉണ്ട്. എന്തായാലും 2025 ജനുവരി അവസാനത്തോടെ പുതിയ റോണിൻ ഷോറൂമുകളിലൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.